എടാ എന്റെ പേര് വാണത്തിന്റെ മിഥുൻ മിഥുൻ ചലഞ്ചിങ് സ്റ്റാർ എന്നാണോ? സ്ട്രൈക്ക് കൊടുക്കട്ടെ, ഡയറക്റ്റ് സ്ട്രൈക്ക് കൊടുക്കട്ടെ. 3 മിനിറ്റ്. അപ്പൊ ഒരു പുന്നാര പുണ്ടച്ചി മോൻ എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇതാക്കിയത്. ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോകില്ല. ഇവന്റെ ഫാൻസ് ഉണ്ടാക്കുന്നത് ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ വെക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവന്നെ റിയാക്ട് ചെയ്തേക്കാം. പിന്നെ ഒറ്റൊരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള പാലും കുപ്പികൾ പോവുക. ഇവിടെ കണ്ടുപോരുത്, ഈ ഭാഗത്ത് കണ്ടുപോരുത്, സ്കിപ്പ് അടിച്ച് പോകണം. ഞാൻ അത്രയ്ക്കും കൊടുങ്ങല്ലൂർ ഒരു ഭരണി അവനെ പറയും. എനിക്ക് അത്രയും ദേഷ്യം പിടിച്ചിട്ട്. അപ്പം നമുക്ക് ഈ പുണ്ടച്ചിമോൻ ഇന്ന് ഇവെന്താ ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് കേട്ടോ. ഞാൻ ചാവ് എന്താ ചെയ്യാ? എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ കുണ്ണേ നിനക്ക്. സ്വന്തമായിട്ട് ഫക്ക് അടിച്ചിട്ട് കയ്യിൽ തുപ്പടാ. എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ കുണ്ണേ നിനക്ക്. ഓരോരുത്തർ മീശ ഇങ്ങനെ പിരിക്കല്ലേ ബ്രോ. അവർക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് എന്തിന് ഒരേടാ മയിലേ അവിടെ കുണ്ണേ നിനക്ക്. അവർക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് കൊഞ്ഞനെ കാണിക്കണാടാ. എത്ര വയസ്സുണ്ടാ നിനക്ക്? നാണല്ലത്തോനെ ഇവനൊക്കെ നിനക്ക് പെണ്ണല്ല പറയിട്ട് നിന്റെ ഈ സ്വഭാവം വെച്ച്. മീശ വിരിച്ചേട്ടാ, മീശ വിരിച്ച് കഴിഞ്ഞാൽ കലിപ്പാണെന്ന് പറഞ്ഞാട്ടാ. മീശ വിരിച്ച് കഴിഞ്ഞാൽ സീനോ. പരാതി പുണ്ടച്ചി മോനെ, നീ സായിപ്പോപ്പി ആവാൻ നോക്കിയാലേ സായിപ്പോപ്പിന്റെ കൊട്ടപ്പറ ആവുള്ളൂ. ഞാൻ കണ്ട് സായിപ്പിന്റെ കൊട്ട പറയാൻ കണ്ടു കേട്ടാ. അവൻ ഇതുപോലെ സായിപ്പ് കൊടുത്തു പോയി വായി കൊടുത്തവന് കറക്റ്റ് ആയിട്ട്. അതാണ് മനസ്സിലായത് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പറ. മനസ്സിലാക്കണം, നീ ആളറിഞ്ഞ് കളിക്കണം. നീ ആളറിഞ്ഞ് കളിച്ചില്ല. നീ എന്താ ഇന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക? ഉടുപ്പുണ്ടടാ. എത്ര പേരടാ നമ്മളെ ലൈവ് കാണുന്ന? 3627 പേര്. നിനക്ക് എത്ര സബ്സ്ക്രൈബ് ഉണ്ട് ബ്രോ? 3200. ഓക്കെ. അപ്പൊ ഞാൻ റീച്ചിന് വേണ്ടിയാണ്, ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യണം. അതിൽ അവൻ പറഞ്ഞതില് ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്. നിന്റെ തലയിൽ തീട്ടാണോ സത്യം പറഞ്ഞാല്? എന്താ ഞമ്മളൊന്നും ഗെയിമർ അല്ല വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിക്കരുത്. നിന്റെ ഫാൻസിന് ഞാനുള്ള മറുപടി തരാം. നിങ്ങൾക്കുള്ളതാണ്. പുണ്ടച്ചി, ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുക. നിന്റെ ചെറുപ്പം ഞാൻ അടിച്ചു പൊളിക്കും നായെ. മോനെ എന്റെ അടിച്ചങ്ങ് നീ പറഞ്ഞ നീ എവിടെ പറഞ്ഞ ഞാൻ നിന്റെ അടിയുള്ള ഞാൻ അങ്ങോട്ട് വിട്ടോട്ട് വരട്ടെ അതോ നീ ഇങ്ങോട്ട് വരണ? ഞാൻ എവിടാന്ന് വെച്ച് കഴിഞ്ഞാ അണ്ണൻ പറയണ സ്ഥലത്തോട്ട് വരാം. അണ്ണന്റെ അടികൊള്ളാൻ അണ്ണൻ പറയണ സ്ഥലത്ത് ഞാൻ വരുന്നതായിരിക്കും എന്ന് അറിയിച്ചു കൊള്ളുന്ന ഈ ഒരു ക്ഷണത്തിൽ ഒരു സെക്കൻഡ്. അണ്ണന്റെ അടി ഞാൻ ഇതാ എനിക്ക് ടെൻഷനായി ഞാൻ ശരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ആരടാ നിന്റെ വിചാരോ? നിന്നെ ഞാൻ പേടിക്കുന്ന? നീ ഓലത്തും കൊണ്ട ഞാൻ നായ. ഇവന്റെ അയ്യോ അയ്യോ ഇതിനെ അടിക്കും. സീന ചേട്ടാ, സീന ഇതിനെ അടിക്കല്ലേ, അടിക്കല്ലേ. ഫാൻസ് പുണ്ടച്ചുകള് കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. നിങ്ങൾക്കുള്ളാണേ. ഞാൻ കുറച്ച് വെക്കാം. തന്തയില്ലായ്മത്തരം കാണിക്കുന്ന പുണ്ടച്ചികളാണ് മനസ്സിലായി. എന്നാലും ഞാൻ കുറച്ച് 2-3 വായിക്കും. നീ ഊമ്പും ആണി. പിന്നെ നീ പറ്റുന്ന പണിക്ക് പോ. ഇത്ര പേരാ? പിന്നെ ഞാൻ പറയുന്നില്ല ഇതൊക്കെ നീ ഇതിന്റെ 4 ഇരട്ടി കേൾക്കാനാണ് ഈ വീഡിയോ ഇട്ടത്. എനിക്ക് ഇതിലെന്ത് ഞാൻ എന്ത് പറയാ? ഇതില് ഞാൻ ഇവിടെ ആരെയും പറഞ്ഞൊന്നും വിടില്ല. നീ പറ. എന്റെ ഫാൻസിന് സംസ്കാരമാണ് മയില്. നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലും. ഇതിന്റെ മുകളിൽ കണ്ട പോടാ കുണ്ണെ
പോക്കിടന്ന് ഉറങ്ങടാ പാല് കുടിച്ചിട്ട് ഇത് വേറെ വീഡിയോ പറഞ്ഞതിന് ആരും റിയാക്ട് ചെയ്തണം മൈഡ നിന്നെ ഞാൻ അവിടെ ഒന്ന് കൊല്ലുമെന്ന്. അപ്പൊ ആള് നല്ല സ്വഭാവത്തിന് ഉടമയായതുകൊണ്ടാണ് അങ്ങനത്തെ കമന്റ് ഒക്കെ ആൾക്ക് കിട്ടുന്നത്. ഓക്കെ ബാക്കി എന്റെ PR വർക്ക് നടത്തിയിട്ട് എന്റെ റിക്വസ്റ്റിലേക്ക് വന്നത് അയക്കാൻ നാണണ്ട നാറി. നിന്റെ ഫാൻസിന് തീരെയും വിവരമില്ല. അതാണെങ്കിൽ 10-15 വയസ്സ്. നിനക്ക് വിവരം ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഒറ്റ കുഴപ്പമില്ല. ബാക്കിയുള്ളവന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഇരിക്കുന്നിടത്ത് നിന്റെ ഫോട്ടോ വെട്ടി വെക്കുക, മറ്റേ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആക്ടേഴ്സ് അവരുടെ മറ്റേ ടൊവിനോടെ അവരുടെ കുഞ്ഞിന്റെ അവിടെ ഇവിടെയൊക്കെ നിന്റെ ഫോട്ടോ വെട്ടി വെക്കുക. എടാ വേണ്ട തെറി വേണം. പിള്ളേരായിരിക്കും, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം വേണല്ലോ. എടാ ഇനി മേലാല് എന്നെ വെച്ച് എന്നായിട്ട് റിയാക്ട് ചെയ്യാൻ നിന്റെ ചെള്ള ഞാൻ അടിച്ചു പൊളിക്കും. എന്റെ ഗെയിമിന് കാണിക്കുന്ന മറ്റുള്ളവരെ തെറി പറയുന്നത് എന്നെ പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നെ പറയാൻ നിൽക്കണ്ട, നിന്റെ ചെപ്പടിച്ച് ഞാൻ പൊളിക്കും. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരുത്തന്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരുത്തൻ തല അടിച്ച് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ടുള്ള 10 വർഷം അവൻ കോമയിലായിരുന്നു. അവ അടിച്ചു പൊട്ടിച്ച് അവന്റെ തല. ആള് ഒരു കോമയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് 10 വർഷം. ഇപ്പൊ അതിനുശേഷമാണ് ആളിങ്ങനെ ആയത്, മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ആളിങ്ങനെ ആയത്. അതിന്റെ ഇതാണ് മനസ്സിലായോ ബ്രോ? മനസ്സിലായി. ഇപ്പോഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ അതായിരുന്നു വിഷയം. ഓക്കെ ഓക്കെ ഡയലോഗൊന്നല്ല കേട്ടോ. ഇനി എന്നെ കൊണ്ട് മറ്റേ പറയിപ്പിക്കരുത്. എന്താണ് അവന്റെ കയ്യില്? ഞാൻ അവർക്ക് വിട്ടെന്ന നീ ഇന്നെ വേറെ ഏതോ ഒരു വീഡിയോ കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്ക്. പിന്നെ എന്റെ ഫാൻസ് പുണ്ടച്ചി മക്കളോട്